ധർമ്മസ്ഥലയിലെ കൂട്ടക്കൊലപാതക വെളിപ്പെടുത്തലിന് പിന്നാലെയുള്ള അന്വേഷണം ഭയപ്പെടുത്തുന്നതാണ്. കഴിഞ്ഞ 3 പതിറ്റാണ്ടുകൾക്കിടെ എന്തായിരിക്കും അവിടെ സംഭവിച്ചിട്ടുള്ളത്? കൊലപാതക പരമ്പരയും ദുർമന്ത്രവാദവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ബംഗളഗുഡയിൽ SIT നടത്തിയ പരിശോധനയിൽ മന്ത്രവാദത്തിന് ഉപയോഗിക്കുന്നുവെന്ന് സംശയിക്കുന്ന വസ്തുക്കളും 5 അസ്ഥികൂടങ്ങളും കണ്ടെത്തി. മഹസർ തയ്യാറാക്കാനായി അന്വേഷണ സംഘം സ്ഥലത്തെത്തിയപ്പോഴാണ് ഇവ കണ്ടെടുത്തത്. തലയോട്ടിയുടെ വലിപ്പമനുസരിച്ച് ലഭിച്ച അവശിഷ്ടങ്ങളിലൊന്ന് കുട്ടിയുടേതാണെന്നാണ് സംശയം. ധർമ്മസ്ഥലയിലെ ആൾതാമസമില്ലാത്ത ഇടങ്ങൾ കേന്ദ്രീകരിച്ച് മന്ത്രവാദം നടന്നതായുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ബംഗളഗുഡയിൽ SIT നടത്തിയ പരിശോധനയിലാണ് മന്ത്രവാദത്തിന് ഉപയോഗിക്കുന്നതെന്ന് സംശയിക്കുന്ന വസ്തുക്കൾ കണ്ടെത്തിയത്. ഇതോടൊപ്പം 5 മൃതദേഹാവശിഷ്ടങ്ങളും കണ്ടെത്തി. ഇതിൽ ഒരു തലയോട്ടിയുടെ വലുപ്പമനുസരിച്ച് കുട്ടിയുടേതാണെന്ന് സംശയിക്കുന്നു. മുൻ ശുചീകരണ തൊഴിലാളി ചിന്നയ്യ കോടതിയിൽ ഹാജരാക്കിയ തലയോട്ടിയുമായി ബന്ധപ്പെട്ട മഹസർ തയ്യാറാക്കാനായി ബംഗളഗുഡയിലെത്തിയപ്പോഴാണ് SITയെ ഞെട്ടിച്ചുകൊണ്ട് വസ്തുക്കൾ കണ്ടെത്തിയത്. നേരത്തെ മഹസർ തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി SIT നടത്തിയ പരിശോധനയിൽ ഇവിടെ നിന്നും മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിച്ചിരുന്നു. ഇതിന് പുറമെയാണ് ഇപ്പോൾ 5 അസ്ഥികൂടങ്ങൾ കൂടി കണ്ടെത്തിയത്. വസ്ത്രങ്ങൾക്കൊപ്പം മന്ത്രവാദത്തിന് ഉപയോഗിച്ചതായി സംശയിക്കുന്ന പാത്രങ്ങളുടെ സാന്നിധ്യമാണ് SIT സംഘത്തെ ഞെട്ടിച്ചത്. അതേസമയം ഇത് സംബന്ധിച്ച് SITയുടെ ഭാഗത്തു നിന്ന് ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. കുട്ടിയുടെ മൃതദേഹാവശിഷ്ടങ്ങളും മന്ത്രവാദം നടന്നതിന് സൂചനകളും ശരിയാണെങ്കിൽ അന്വേഷണ സംഘം വിപുലീകരിക്കേണ്ടി വരും. ഇതിനായി SITക്ക് കൂടുതൽ അധികാരങ്ങൾ നൽകേണ്ടി വന്നേക്കാം. ഇതിനിടയിൽ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളുടെ ചോദ്യം ചെയ്യൽ തുടരുന്നു. ഗിരീഷ് മട്ടന്നവർ, ജയന്ത് T എന്നിവരുടെ ചോദ്യം ചെയ്യലാണ് ഇപ്പോഴും തുടരുന്നത്. യൂട്യൂബർമാരായ മനാഫ്, അഭിഷേക് എന്നിവരുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി. കൂട്ടക്കൊല നടന്നു എന്നതിൽ ഉറച്ചു നിൽക്കുന്നതായി മനാഫ് പറഞ്ഞു. SITക്ക് തെളിവുകൾ കൈമാറിയിട്ടുണ്ട്. നിയമ പോരാട്ടം തുടരും. ആ തലയോട്ടി എവിടുന്ന് കിട്ടി, ആര് കൊണ്ടു തടുത്തു, ആ വക കാര്യങ്ങളൊക്കെ എന്നോട് ചോദ്യം ചെയ്തിട്ടുണ്ട്. ഞാൻ അതിന് കൃത്യമായിട്ടുള്ള തെളിവ് കൊടുത്തിട്ടുണ്ട്. അവർക്ക് തെളിവ് എന്റെ കയ്യിൽ മാത്രമേ ഉള്ളായിരുന്നു. അത് ഞാൻ കൃത്യമായി കൊടുത്തു. അത് അവർക്കൊരു വലിയൊരു കിട്ടലാണ്, ഒരു അന്വേഷണത്തിന് വലിയ വൈത്തിരിവാണ്. സുജാത ഭട്ടിന്റെ മൊഴിമാറ്റത്തിൽ അവരുടെ പ്രായവും മാനസികാവസ്ഥയും പരിഗണിക്കണമെന്നും മനാഫ് പ്രതികരിച്ചു. ന്യൂസ് 18 ധർമ്മസ്ഥല.